ഹലോ ഹായ് ബ്രോ. ഹലോ, ഞാനിവിടെ നിങ്ങൾ ഷിബു റോക്സിന്റെ ഫ്രണ്ട്സ് ആണോ? ആരായി ഷിബു റോക്സ്? അറിഞ്ഞൂടാ? അത് നമ്മുടെ ഒരു ഫ്രണ്ടാ. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ ചുമ്മാ ചോദിച്ചു നോക്കിയതാ. രക്ഷോട്ട്. പിന്നെ ഇവിടെ എന്താണ് പരിപാടി നിങ്ങള്? ആഹാ, പാറമടയിലെ വെള്ളം മൊത്തം നിങ്ങൾ തന്നെ ഊറ്റി തീർക്കൂ? പാറമടയിലെ വെള്ളം കിട്ടിയാൽ ഈ സിറ്റിയിൽ ചൂട് കൂടും. അതെങ്ങനെ? പ്രകൃതി അങ്ങനെയാ ബ്രോ. ഈ പാറമടയുടെ ഉള്ളതുകൊണ്ടല്ലേ ഈ പച്ചപ്പല്ല ഇവിടെ നിലനിൽക്കുന്നത്. അറിഞ്ഞൂടെ? കറക്റ്റാ, കറക്റ്റ്. നിങ്ങൾ ഈ പ്രകൃതി സ്നേഹികളാണല്ലേ? അതെ, നമ്മൾ പ്രകൃതി സ്നേഹികളാ. കണ്ടപ്പോ തോന്നി. എന്താ പരിപാടി? ആ, കൊറേ വെച്ച് പിടിച്ച ചേച്ചി, ഇവരൊക്കെ ഈ പ്രകൃതി സ്നേഹികളാണെന്ന്. ചീര കൃഷിയാ? അതെ, ഞങ്ങൾ ഈ ബാംഗ്ലൂർ IT കമ്പനിയിൽ ജോലി ചെയ്തോണ്ടിരുന്നതാ. ജോലി ചെയ്യുന്നില്ല? അതൊക്കെ വിട്ടു. ഇപ്പം അതൊക്കെ വിട്ടിട്ട് ഇപ്പൊ എന്തിനാണ്? ചീര കൃഷി കണ്ടില്ലേ? നല്ല നാടൻ ചീര. ഓഹോ, അപ്പൊ നിങ്ങളാണല്ലേ ഈ പറമ്പിൽ കോഴി മുട്ടയിട്ട് വെച്ചേക്കുമ്പോൾ അവിടെ എവിടെയൊക്കെ ചീരയിട്ട് വെച്ചേക്കണേ? അതെ ബ്രോ, ഞങ്ങളൊരു സോഷ്യൽ സർവീസ് നടത്തുന്ന ഒരു ചെറിയൊരു സംഘടനയാണ്. സംഘടന? ഈ നഗരത്തിൽ ചൂടായതുകൊണ്ടേ 5 വർഷം കൊണ്ടൊരു 5000 മരങ്ങളെങ്കിലും നടാനാണ് ഞങ്ങളുടെ നിലവിലുള്ളൊരു പ്ലാൻ. 5000 വരൂ? പൊളി. ചുരുങ്ങിയത്. കൂടാതെ ജൈവ കൃഷിയും. ഈ ജൈവ കൃഷി എന്ന് പറയുമ്പോ ജൈവ പച്ചക്കറി കൃഷി? അത് തന്നെ. പച്ചക്കറി കൃഷിയാ? കൃഷി എന്ന് പറയുമ്പോ നമ്മുടെ ഏരിയ ചേച്ചി, നമ്മുടെ ടീമാണ് ഇവര്. അതിന് നിനക്ക് വായ്ത്താളം മാത്രല്ലേ ഉള്ളൂ, പ്രവൃത്തിയിലൊന്നും ഇല്ലല്ലോ. അങ്ങനൊന്നുമല്ല, ഞാൻ നല്ല സൂപ്പറായിട്ട് കൃഷിയൊക്കെ ചെയ്യും. നീ കൃഷിക്കാരാണോ? ഫാമിലി പാരമ്പര്യമായിട്ട് കൃഷിക്കാരാണ്, അതുകൊണ്ട് അത്യാവശ്യം പൊട്ടുമുടിയൊക്കെ അറിയാം. അതെ, നിങ്ങള് ഈ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? മെയിനായിട്ട് നമ്മൾ നോക്കുന്ന ചീരകൃഷിയാണ്. അല്ലാതെ ശുദ്ധമായ മലക്കറികളും ഉണ്ട് വേറെ. ആണോ? പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പയറിന്റെ കാര്യത്തെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യണം കേട്ടോ. പയർ ആ ഏരിയയിൽ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. ചേട്ടാ, നമുക്ക് അത് നോക്കാം കേട്ടാ. എന്തായാലും നിങ്ങളുടെ പരിപാടി കൊള്ളാം. യൂത്തന്മാർ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ വേണം. എനിക്ക് നിങ്ങളുടെ അടുത്ത് റെസ്പെക്ട് ഫീൽ ചെയ്യും. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ഇതെന്റെ ഹസ്ബൻഡ് സിദ്ധു, അത് അനിയൻ കേശു. നിങ്ങൾക്കേ ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി കേട്ടാ. ഇവര് പണിയൊന്നും അറിയില്ലെങ്കിൽ സഹായിക്കും, നല്ലോണം സഹായിക്കാൻ അറിയാം. ആരും പറഞ്ഞ പണി അറിഞ്ഞൂടൊന്ന്? വൃത്തിക്ക് പണി അറിയാം. എന്തുകൊണ്ടാലും വിളിച്ചാൽ മതി, കട്ടയ്ക്ക് കൂടെ വയ്ക്കും. ഓക്കെ ഓക്കെ. ഇപ്പൊ എന്താ നമ്മുടെ സഹായം വേണം? എന്തൊരു ഇപ്പൊ എല്ലാരും പറയുമ്പോ ഒരേപോലെ പറയുന്നുണ്ടല്ലോ അല്ലേ ചേച്ചി? അപ്പൊ ഞാനെന്നാ അങ്ങോട്ട്. നടക്കട്ടെ. നല്ല പിള്ളേരല്ലേ? ഓ ചേച്ചി, അവന്മാരാ ഏരിയ മൊത്തം ചീരിയിട്ടേക്കാണ്. പിന്നെ നല്ല തളുത്ത് കിടക്കണം ഇങ്ങനെ. അതെ, എപ്പോഴും ഈ ബിസ്ക്കറ്റ് മാത്രം നിന്നോണ്ടിരുന്നാ പറ്റത്തില്ല. കഞ്ഞിയും ചോറും ഒക്കെ കഴിക്കണം. അതൊരു എനർജിക്ക് വേണ്ടി കഴിക്കുന്നതല്ലേ? എന്തോ കഞ്ഞിയും ചോറോ? അല്ല, ബിസ്ക്കറ്റ്. എപ്പോഴും ബിസ്ക്കറ്റ് ഉണ്ട്. എത്ര ബിസ്ക്കറ്റ് ഉണ്ട്? ഇത്രയും കഴിച്ചാൽ മതി. ഇത് വെച്ചേര്, പിന്നെ കഴിക്കാം. ഹായ്, നിങ്ങൾ എത്തിയോ? കല്ലു എന്തിയോ? കല്ലുവിനെ കൊണ്ടുവന്നില്ലയോ? ഇപ്പൊ വരും. അവിടെ കുറെ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോഴത്തേക്കും അവരുടെ പുറകെ. അല്ല, നിങ്ങൾ വന്നിട്ട് കുറെ നേരമായോ? കുറച്ചു നേരം ആയോളൂ. ഞങ്ങൾ ഒന്ന് കയറിയപ്പോഴേ ആ പാറമടയുടെ അങ്ങോട്ടേക്ക് കുറച്ച് പിള്ളേര് പോകുന്നു. അപ്പൊ ഞങ്ങൾ അവരുടെ പുറകെ പോയി. അവിടെ എന്താ സംഭവം എന്ന് അറിയണമല്ലോ. നോക്കിയപ്പോഴേ ചീരകൃഷി. അത് ഞാനും കണ്ടായിരുന്നു. കൊറേ ചീര ഉണ്ടെന്നേ. നല്ല പയ്യന്മാരാട്ടോ. ഓ, അത്ര നല്ലതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അമ്മ 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 കടച്ചത് കിട്ടിയാ? എന്തോന്ന് കിടക്കുന്നു? ചീര. അതെ, ഞാൻ അവന്മാരോട് കുറച്ച് ചീര വെച്ചപ്പോഴേ പാകമായിട്ടില്ലെന്ന്. നമ്മൾ എത്താറും ചീര കണ്ടിട്ടുള്ളതാ. അപ്പൊ ആന്റി പോയി അടിച്ചു മാറ്റി കൊണ്ടുവന്ന? അയ്യോ, ഞാൻ അടിച്ചെല്ലാം മാത്തല. ഞാൻ അങ്ക പോനെ, യാരും ഇരിക്കല, ഞാൻ എടുത്തിട്ട് വന്നേൻ. അതിനെ ഞാൻ അടിച്ചു മാറ്റില്ലെന്ന് പറയണത്. ബാഡ് ആന്റി, വളരെ ബാഡ് ബിഹേവിയർ. ഒരു ബാഡും ഇല്ല. ഇത് നാടൻ ചീരയല്ല, ഹിമാലയൻ ചീരയാന്നാ അവന്മാര് പറഞ്ഞത്. ഹിമാലയൻ ചീര എന്ന് വെച്ചാൽ സ്പെഷ്യൽ ചീരയാണെന്ന്. അപ്പൊ അതിന്റെ ടേസ്റ്റ് ഒന്ന് അറിയണമല്ലോ. അമ്മ, നമ്മ എപ്പിടി വെക്കലാം? സാധാരണ എങ്ങനെയാ ചീര വെക്കുന്നത് അതുപോലെ വെക്കണം. എന്നാലും പാവം പിള്ളേര് അടിച്ചു മാറ്റേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആന്റി. ഒരു പാവം ഇല്ല. ചോദിച്ചിട്ടേ തരാഞ്ഞല്ലയോ? ഞാനേ ഒരു കൃഷിക്കാരിയാണെങ്കിലും അവന്മാര് വിചാരിക്കണ്ടായിരുന്നോ? അമ്മമ്മ ഈ ഹിമാലയൻ ചീര എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടാ? അതിന് ഞാൻ ഹിമാലയത്തിൽ പോയിട്ടില്ലല്ലോ.
എന്നാലേ ഞാൻ കഴിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഹിമാലയത്തിൽ പോയപ്പോ എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ? ആ തണുപ്പത്ത് ഈ ചീര കഴിക്കണം. അതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ഇപ്പഴെന്നെ നാവിന് തുമ്പത്തുണ്ട്. ഞാനും ഹിമാലയത്തിൽ പോയിട്ടുണ്ട്, പക്ഷെ ഈ പറഞ്ഞ ചീര കഴിച്ചിട്ടില്ല. അയ്യോ നീ കഴിച്ചില്ലേ? വളരെ നഷ്ടമായി പോയല്ലോ സിദ്ധു. അടുത്ത തവണ പോകുമ്പോ കഴിക്കണേ, ഞാൻ ആ സ്പോട്ട് പറഞ്ഞുതരാം. ആണോ? ഓക്കെ, ഞാനിപ്പോ എനിക്കൊരു അർജന്റ് കോൾ. ആന്റി, ഹിമാലയത്തിലെ തേങ്ങ കിട്ടാത്തത് കൊണ്ട് അവര് ഈ ചീര തേങ്ങ ഇട്ടല്ല വെക്കണത്. അപ്പൊ ആന്റി അതേപോലെ തേങ്ങ ഇടാതെ വെച്ചാൽ മതിയേ. ഓ അത് വേണ്ട, നമ്മൾ സാധാരണ എങ്ങനെയാണോ വെക്കുന്നത് അതുപോലെ തേങ്ങ അരച്ച് വെച്ചാൽ മതി. എന്നാ പിന്നെ എങ്ങനെയെങ്കിലും വെക്ക്. ആ ഓർമ്മ പ്രത്യേകമാണ് ഈ ചീരക്കില്ലേ.